ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 13th അപ്പോസിൽ, 13ാം അപ്പസ്തോലൻ, നമ്മുടെ ഉള്ളിലെ ക്രിസ്തു ശിഷ്യൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള ഒരു അന്വേഷണം, അപ്പസ്തോല പ്രവർത്തനങ്ങളിലൂടെയുള്ള ഒരു എളിയ യാത്ര. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം. ബൈബിൾ എടുക്കുക. അവിടെ സുന്ദരമായ ഒരു രംഗമുണ്ട്. പത്രോസും യോഹന്നാനും കൂടെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദേവാലയത്തിലെ സുന്ദര കവാടം എന്ന സ്ഥലത്ത് മുടന്തനായ ഒരു യാചകൻ ഇരിക്കുന്നു. ബൈബിൾ എഴുതിയിരിക്കുന്നത് പ്രതീക്ഷയോടെ ആ യാചകൻ, മുടന്തനായ യാചകൻ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും മുഖത്തേക്ക് നോക്കി എന്നാണ്. എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന പ്രതീക്ഷയോടെ അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് പത്രോസിൻ്റെ പഞ്ച് ഡയലോഗ് വരുന്നത്. പത്രോസ് ഈ യാചകനെ നോക്കിയിട്ട് പറയുകയാണ്, നിനക്ക് നൽകാൻ ഞങ്ങളുടെ കയ്യിൽ സ്വർണവും വെള്ളിയും ഇല്ല. പിന്നെ എന്താ ഉള്ളത്? ഈശോയുടെ തിരുനാമത്തിൽ ഞങ്ങൾ പറയുന്നു, എഴുന്നേറ്റ് നടക്കുക. ഞങ്ങളുടെ കയ്യിലുള്ളത് ഈശോയാണ് എന്ന്. ഇത് നമ്മുടെ യാമപ്രാർത്ഥനയിൽ സുന്ദരമായ ഒരു ഗീതമായിട്ടുണ്ട്. സ്വർണവുമില്ല വെള്ളിയുമില്ല, ഒന്നും നൽകാൻ എൻ കയ്യിൽ, ഈശോ തൻ തിരുനാമത്തിൽ പറയുന്നേറ്റു നടക്കുക നീ എന്നൊരു പ്രാർത്ഥനാ ഗീതമുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കുള്ള ധ്യാന വിഷയം, അന്ന് പത്രോസ് പറഞ്ഞു, എൻ്റെ കയ്യിൽ സ്വർണവും വെള്ളിയുമില്ല, പിന്നെ എന്തുണ്ട്? അതിവിശിഷ്ട സമ്പത്തായ ഈശോയുണ്ട്, ഈശോയെ തരാം നിനക്കു ഞാൻ. ഇന്ന് നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഗതികേട് എന്താണെന്നറിയാമോ? നമ്മൾ പറയുന്നത് സ്വർണവും വെള്ളിയും ഇഷ്ടം പോലെ ഉണ്ട്, ഈശോ ഇല്ല കേട്ടോ. ഇതാണ് നമുക്ക് പറ്റിയിരിക്കുന്ന ദുരവസ്ഥ. മാതാപിതാക്കളോട് ചോദിക്കട്ടെ, മക്കൾക്ക് എന്താ കൊടുത്തത്? സ്വർണവും വെള്ളിയുമൊക്കെ അല്ലേ? ബാങ്ക് ബാലൻസ് അല്ലേ? വീടല്ലേ? നിലമല്ലേ കൊടുത്തത്? ഈശോയെ കൊടുത്തായിരുന്നോ? ഈശോയെ കൊടുക്കാൻ മറന്നെങ്കിൽ അന്ന് പത്രോസ് പറഞ്ഞതിന് നേരെ വിപരീതമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കണം. സ്വർണവുമുണ്ട് വെള്ളിയുമുണ്ട്, ഈശോ മാത്രം ഇല്ല. ഏറ്റവും വലിയ സ്വത്തായ ഈശോയെ കൈമാറാൻ പറ്റട്ടെ. അത് വീട്ടകങ്ങളിൽ, ഇടവകകളിൽ, സമൂഹത്തിൽ ഒക്കെ പത്രോസ് പറഞ്ഞ ആ കാര്യം നമുക്ക് ആവർത്തിക്കാൻ പറ്റണം. നമുക്ക് സ്വർണവും വെള്ളിയുമൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെയായി, എന്നാൽ സാരമില്ല, അതിനേക്കാൾ ഉപരിയായി ഈശോ ഉണ്ടാകട്ടെ. സ്വർണവും വെള്ളിയും കുറച്ചുണ്ട്, അതിനേക്കാൾ ഉപരി ഈശോ ഉണ്ടെന്ന്, ഈശോയെ തരാനുണ്ടെന്ന്, ഈശോയുടെ തിരുനാമം പ്രഘോഷിക്കാനുണ്ടെന്ന് പറയുന്ന ക്രിസ്ത്യാനികളായിട്ട് നമ്മൾ മാറുമ്പോൾ ആദിമ സഭയുടെ ചൈതന്യം നമ്മൾ വീണ്ടും പ്രകടമാകും. പത്രോസിനോട്, യോഹന്നാനോട് മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കണം. ശിഷ്യന്മാരെ, നിങ്ങളെപ്പോലെ ഈശോയെ പങ്കുവെച്ചു കൊടുക്കാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ. അങ്ങനെ 13ാം അപ്പസ്തോലനായി എന്നെയും എണ്ണത്തിൽ ചേർക്കണമേ. ആമേൻ.